ചെറിയ എന്തെങ്കിലും തട്ടൽ മുട്ടലൊക്കെ ഉണ്ടാവില്ല. ഇത് പഴയ വണ്ടിയല്ലേ, അത് നോക്കിയിട്ട് കാര്യമില്ല. ഇത് ഓടിക്കുന്ന എത്രയാണ്? ഇത് 1.20 ഓടിക്കുന്നു. 1.20 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. 2000 എത്ര മോഡൽ? 10 മോഡലാണ്. എത്ര ചോദിക്കുന്നത്? 1.20. 1.20 ആണ്. പക്ഷെ പിന്നെ LXi AC പവർ സ്റ്റാറിംഗ് ഇല്ലാത്ത. പവർ സ്റ്റാറിംഗ് ഉണ്ടാവില്ല, AC മാത്രം. ഓക്കെ. ഇതിന് എത്ര നിങ്ങൾ ആസ്കിങ്? ഇതിന് നമ്മള് 65 രൂപ. 65 ആണ് ചോദിക്കുന്നത്. ഓക്കെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും മാക്സിമം? ഇത് 1 ലക്ഷം. 1 ലക്ഷത്തിന് മേലെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. 65 ആണ് ചോദിക്കുന്നത്. 2005 മോഡലാണ്. 5 മോഡൽ. ഓക്കെ. അതിലെന്തെങ്കിലും വില കുറയാണ്ടോ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. പേപ്പർ 26 ടാക്സ് ഉണ്ട്. 25 റിന്യൂവൽ ഒക്കെ ഉണ്ട്. ഓക്കെ. പേപ്പർ എടുക്കണം ഓൾറെഡി എടുക്കാനാവുള്ളൂ. 26 ടാക്സ് അത് നിങ്ങൾ എടുത്തു കൊടുക്കും. ഇൻഷുറൻസ് പുതിയ. എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉള്ളത് കൊളപ്പുറം BK പടിയിലെ കെൻസ യൂസഡ് കാർ ഷോറൂമിലാണ്. ഒരുപാട് വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു യാർഡാണിത്. ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. ഇവിടെ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്, അതുപോലെ തന്നെ 7 സീറ്റ് വണ്ടികൾ ഒരുപാടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പോൾ 7 സീറ്റർ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോട്ടക്കൽ ഭാഗത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കൊളപ്പുറം കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്റ്റോപ്പാണ് BK പടി. അതേപോലെ തന്നെ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ ചേളാരി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓരോ വണ്ടികളായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ജബ്ബാറാണ്, ഒരു ബിഗ് ബോസ് ആണ് ജബ്ബാർ. ഇത് ഒന്ന് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോളൂ. ഇത് കൊളപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ മേലെ ഇവിടെ കൊളപ്പുറം BK പടി പറഞ്ഞ സ്ഥലം. ചേളാരിന്ന് വരുമ്പോ തൽപ്പാറ കഴിഞ്ഞിട്ട് കൊളപ്പുറം ഇവിടെ കോട്ടക്കൽ കഴിഞ്ഞ് അവിടെ തൃശ്ശൂർ വരികയാണെങ്കിൽ കോട്ടക്കൽ കഴിഞ്ഞ് കക്കാട് കഴിഞ്ഞിട്ട് കൊളപ്പുറം നടന്ന അങ്ങാടിയിൽ നിന്ന് കുറച്ചിട്ട് പോന്നാൽ BK പടി, 1 കിലോമീറ്റർ പോന്നാൽ BK പടി അങ്ങാടി. NH തന്നെ റോഡ് സൈഡിൽ തന്നെ. ഇത് എത്ര മോഡലാണ്? ഇത് 2005 മോഡൽ. 2005 മോഡലാണ്. ഓക്കെ. വണ്ടി വണ്ടി നല്ല വണ്ടി, റണ്ണിംഗ് കണ്ടീഷൻ ഒക്കെ സൂപ്പർ വണ്ടി. ഓക്കെ. ഇപ്പൊ നിലവിൽ പണിയും കാര്യങ്ങളൊന്നും മേജർ പണികളൊന്നുമില്ല. ഓക്കെ. കഴിഞ്ഞതാണ്. ഇനിയിപ്പോ എണ്ണച്ചോടാ എടുക്കുന്ന ആൾക്ക് വേറെ ചെയ്യാനൊന്നുമില്ല. ഓക്കെ. 2005 മോഡലാണ്. 5 മോഡൽ. ഓപ്ഷൻ തന്നെ LXi. AC പവർ സ്റ്റാറിംഗ് ഇല്ലാത്ത. പവർ സ്റ്റാറിംഗ് ഉണ്ടാവില്ല, AC മാത്രം. ഓക്കെ. ഇതിന് എത്ര നിങ്ങൾ ആസ്കിങ്? ഇതിന് നമ്മള് 65 രൂപ. 65 ആണ് ചോദിക്കുന്നത്. ഓക്കെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും മാക്സിമം? ഇത് 1 ലക്ഷം. 1 ലക്ഷത്തിന് മേലെ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. 65 ആണ് ചോദിക്കുന്നത്. 2005 മോഡലാണ്. 5 മോഡൽ. ഓക്കെ. അതിലെന്തെങ്കിലും വില കുറയാണ്ടോ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. പേപ്പർ 26 ടാക്സ് ഉണ്ട്. 25 റിന്യൂവൽ ഒക്കെ ഉണ്ട്. ഓക്കെ. പേപ്പർ എടുക്കണം ഓൾറെഡി എടുക്കാനാവുള്ളൂ. 26 ടാക്സ് അത് നിങ്ങൾ എടുത്തു കൊടുക്കും. ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇൻഷുറൻസ് ഇവരെടുത്ത് തരും. പിന്നെ അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. ഈ വില 65 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും, ഫിക്സ് റേറ്റ് അല്ല. ഓണ്ടയുടെ അമേസ് പരിചയപ്പെടാം. ഇത് ഡീസൽ പെട്രോൾ വണ്ടി? ഡീസലാണ് അല്ലേ? എത്ര മോഡൽ? ഇത് 2013 മോഡൽ. 13 മോഡലാണ്. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് SMT. ഓക്കെ. ഇത് മാനുവൽ വണ്ടി, മെഡൽ ഓപ്ഷൻ. ഓട്ടോ എത്ര ഉണ്ട്? ഇത് 1.40 ഓടിയിട്ടില്ല. 1.40. നല്ല വണ്ടി, കേരള വണ്ടി, നല്ല സൂപ്പർ വണ്ടിയാ. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് നമ്മൾ 3.40. 3.40 ആണ് അല്ലേ? ഓക്കെ. വില കുറയൂലേ? എന്തെങ്കിലും ഇതാക്കി കൊടുക്കാം. കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ച് തരും. ഇത് മോഡൽ എത്രയും പറഞ്ഞു? 2013. റീപ്ലേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെക്കാനിക്കലൊക്കെ ഫുള്ളാ. ഓക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ ഓക്കെ. 2013 മോഡലാണ് ചോദിക്കുന്നത്. 3.40 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും. ഓക്കെ. ആൾട്ടോ K10 നമുക്ക് പരിചയപ്പെടാം. K10 ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. വണ്ടി എന്ത് പാട്? നല്ല വണ്ടി. 2013 വണ്ടിയാണ്. 2013 മോഡലാണ്. റീപ്ലേസ് കാര്യങ്ങൾ എത്ര ഓടിക്കുന്ന വണ്ടി? ഇത് 1.20 ഓടിക്കുന്നുണ്ട്. 1.20 ഓടിക്കുന്നുണ്ട്. 4 ടയർ, പുതിയ ടയർ തന്നെ. ഓക്കെ. 4 കടും പുത്തൻ ടയറാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് തന്നെ. ഓക്കെ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 2.10 ചോദിക്കുന്നുണ്ട്. 2.10 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും കേട്ടോ. 2.10 അല്ലേ ചോദിച്ചത്? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ. ആൾട്ടോക്കാർ ഇതെന്ത് പാടുമോ സാർ? ഇത് നല്ല വണ്ടിയാ. നല്ല വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. മേജർ തൊട്ടുമുട്ടൊന്നുമില്ല. 2010 മോഡൽ. 10 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് LXi. AC പവർ സ്റ്റിയറിംഗ്. രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ്, മേജർ റീപ്ലേസുകളൊന്നുമില്ല. ഓക്കെ. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളുണ്ട്. ചെറിയ എന്തെങ്കിലും തട്ടൽ മുട്ടലൊക്കെ ഉണ്ടാവില്ല. ഇത് പഴയ വണ്ടിയല്ലേ? അത് നോക്കിയിട്ട് കാര്യമില്ല. ഇത് ഓടിക്കുന്ന എത്രയാണ്? ഇത് 1.20 ഓടിക്കുന്നു. 1.20 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. 2000 എത്ര മോഡൽ? 10 മോഡലാണ്. എത്ര ചോദിക്കുന്നത്? 1.20 ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. 1.20 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കാം. ഓക്കെ. കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ച് തരും കേട്ടോ. ടാറ്റയുടെ വിസ്ത നമുക്ക് നോക്കാം. വിസ്ത ഡീസൽ വണ്ടി. ഓക്കെ. വണ്ടി എന്ത് പാടി? നല്ല കാര്യങ്ങൾ ആക്സിഡന്റ്, മേജർ റീപ്ലേസ് വരുന്നില്ല. ഇത് ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. വേറെ തട്ടുമുട്ട് വരക്കൊന്നും നല്ല നീറ്റ് വണ്ടി അല്ലേ? എത്ര ഓടിക്കണേ? ഇത് 90 എന്താ ഓടിയിട്ടുള്ളത്? 90 എന്താ ഓടിക്കണം അല്ലേ? സംശയമാണ്. പിന്നെ ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? ഓണർഷിപ്പ് 3 കയറിക്കണം അല്ലേ? ഓക്കെ. വണ്ടി വേറെ അപാകങ്ങളൊന്നും? 12 മോഡൽ 13 റേസറാ. 13 മോഡൽ അല്ല, 12 മോഡൽ 13 റേസ്. ഓക്കെ. 12 മോഡൽ 13 റേസിനായിട്ടുള്ള വണ്ടി അല്ലേ?
ഓക്കെ, ഇതിന് എത്ര ആസ്കിങ്? ഇതിന് ആസ്കിയാകുമ്പോൾ 1.25 പറയുന്നത്. 1.25 ഓക്കെ, വില കുറച്ച് കൊടുക്കും. ഇത് ഓപ്ഷൻ വരുന്നത് ഫുൾ ആണോ അല്ല നേരെ ചോട്ടിലുള്ളത്? ഇത് പഴയ മോഡൽ അല്ലേ? ഇത് പഴയ മോഡൽ. എത്ര മോഡലാണ്? 2010 മോഡൽ. 10 മോഡലാണ്. ഓക്കെ ഓക്കെ. വണ്ടി എന്ത് പാടിയത്? നല്ല വണ്ടിയാ. നല്ല വെച്ചാല് മെക്കാനിക്കലൊക്കെ ഫുള്ളാ. മെക്കാനിക്കൽ ഫുൾ ആണ്. വേറെ തട്ടുമുട്ട് പരിക്ക് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടി. ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.5 ഓടിയിട്ടുണ്ട്. 1.5 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് ഇത് 3 ആയിരിക്കും. ഓക്കെ. ഇത് എത്ര ആസ്കിങ്? ഇതിന് ആസ്കിങ് നമ്മൾ 2.10. 2.10 ആണ്. വില കുറയൂലേ? ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. 2.10 ചോദിക്കുന്നത്. 2010 മോഡലാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി. നമുക്കൊരു സെൻ എസ്റ്റിലോ പരിചയപ്പെടാം. സെൻ എസ്റ്റിലോ ഇത് എത്ര മോഡൽ? ഇത് വണ്ടി 2011 മോഡൽ. 11 മോഡലാണ് അല്ലേ? വണ്ടി എന്തുപാട് റീപ്ലേസ്? നല്ല വണ്ടി. മേജർ റീപ്ലേസ് കാര്യമൊന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 4 കരിമ്പുത്തൻ ടയർ. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കുക. പുതിയ ഇൻഷുറൻസ് ഓൾറെഡി കഴിഞ്ഞു എടുത്തു കൊടുക്കും അല്ലേ? ഓക്കെ. ഇത് എത്ര ഓട്ടം ഉണ്ട്? 1.20 ഓട്ടം. 1.20 ഒക്കെ ഓടിക്കണം അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. വേറെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VXI ആണ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ? പണിയൊന്നുമില്ല. ഓക്കെ, എണ്ണടിച്ച ഓടാ അത്രേ ഉള്ളൂ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 1.75. 1.75 ചോദിക്കുന്നത് അല്ലേ? എത്ര മോഡൽ പറഞ്ഞ? 11 മോഡൽ. 11 മോഡൽ VXI ആണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ എയർ ബാഗ് വരുമോ? ഇല്ല, ഇതിൽ എയർ ബാഗ് ഒന്നും വരും. 4 ഡോർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഉള്ളിലൊക്കെ മൊത്തം ഇതൊക്കെ ഇന്റീരിയലൊക്കെ സൂപ്പർ ഇന്റീരിയൽ. ഓക്കെ. ഉള്ളും പുറത്തും നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ചോദിച്ചത് നിങ്ങൾ 1,75,000 ചോദിച്ചത്. വില കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, നമുക്കൊരു ആൾട്ടോ 800 നമുക്ക് നോക്കാം. 800 എത്ര മോഡൽ? ഇത് 2020 മോഡൽ. LXI ഓപ്ഷൻ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിക്കണേ? ഇത് 34 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തന്നെ പുതിയ ടയർ ഓട്ടം കുറവാണ്. ഓക്കെ. പുതിയ ഇൻഷുറൻസ് ആണ്. പുതിയ ടയറാണ്. ഓക്കെ. വണ്ടി റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഡീസന്റ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 3,40,000. 3,40,000 ചോദിക്കണേ. ഇത് ഓപ്ഷൻ LXI. എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ വരുന്ന എയർ ബാഗ് വരുന്നുണ്ട് തന്നെ. ഓക്കെ, 3,40 ചോദിക്കണം. ഇതിന് മാക്സിമം ഒരു 10-50 പെണ്ണെങ്കിൽ എടുക്കാൻ പറ്റും. ബാക്കിയുള്ള ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, 50 പെണ്ണെങ്കിൽ വണ്ടി ഇറക്കട്ടോ. ലോൺ ഇട്ടിട്ട് എടുക്കാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാളി. വില കുറച്ച് തരും കേട്ടോ. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് തരും അല്ലേ? നാനോ കാർ നോക്കാം അല്ലേ? നാനോ കാർ. ഇത് മോഡൽ എത്ര? ഇത് 2015 മോഡലാണ്. 15 മോഡലാണ്. ഇത് ഡിക്കുള്ള വണ്ടിയാ? ഡിക്കില് ഫസ്റ്റ് തന്നെ ഡിക്ക് ഓപ്പൺ അല്ലാത്ത ഡിക്കില്ലാത്ത വണ്ടിയാണ്. ടിസ്റ്റില് XT ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ടിസ്റ്റ് വണ്ടി. ഓക്കെ. 2 ഡോർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ ഒക്കെ. ഓക്കെ. വണ്ടി എത്ര ഓടിക്കണേ? ഇത് 1 ഓടിയിട്ടുള്ളത്. 1 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി റീപ്ലേസ് ഉണ്ടോ? ഇതിൽ റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. ഓക്കെ. എത്ര ചോദിക്കണേ? ഇതിന് നമ്മള് 1.10 ചോദിക്കുന്നുണ്ട്. 1.10 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കാം. 2015 മോഡൽ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരനെ നോക്കി കളി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റ് വണ്ടി നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അതിന് മുമ്പായിട്ട് അടുത്ത വീഡിയോ, വേറൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. 2ാമത്തെ എപ്പിസോഡായിട്ട്. അതിൽ 7 സീറ്റർ ഒരുപാട് വണ്ടികളുണ്ട്. അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇത് ഏതാണ് വണ്ടി? ഫോർഡ് ഫിഗോ ആസ്പിയർ. ഓക്കെ ഓക്കെ. ഇത് 2017 മോഡൽ, 18 റേസർ. സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ. ഇത് ഏതാണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ടൈറ്റാനിയം വണ്ടിയാണ്. മൈലേജ് ഒക്കെ എത്ര കിട്ടും? ഇത് മൈലേജ് ഒരു 16-17 മൈലേജ് കിട്ടും. അത്ര മൈലേജ് കിട്ടും. ഓക്കെ. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഇത് നമ്മൾ 3.25 രൂപ ആസ്കിങ്. 3.25 ചോദിക്കുന്നത്. ഇതിനൊക്കെ കുറച്ചുകൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ വില കുറച്ച് തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി. വണ്ടി മാക്സിമം 17-18 മൈലേജ് കിട്ടൂലേ? 16 മാനുവൽ വണ്ടിയാണ്. വണ്ടി ഫോർഡിന്റെ ഫിഗോ ആസ്പിയർ. ഓക്കെ ഓക്കെ. ഡിക്കുള്ള വണ്ടി. ഓക്കെ.